ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ചുറ്റുമുള്ള സാഹചര്യങ്ങളും ആളുകളുടെ പെരുമാറ്റവും മാറുമ്പോൾ നമ്മുടെ മനസ്സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെടാറില്ലേ? ഏതു നിമിഷവും തകർന്നു പോകാവുന്ന താൽക്കാലികമായ ബാഹ്യ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത വിജയത്തെ പടുത്തുയർത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ച് മടുത്തുപോയിട്ടില്ലേ? പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പുറമേയുള്ള ഒരു കാര്യത്തിനും തകർക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഉള്ളിൽ വലിയൊരു ദൈവിക ശക്തിയും സമാധാനവും എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 14:23 വചനം ഇപ്രകാരമാണ്: യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഈ ലോകത്ത് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അക്കാലത്ത് യെരുശലേമിലെ വലിയ ദേവാലയം ശത്രുക്കൾ തകർത്ത് കളഞ്ഞ ഒരു ജീവിത പശ്ചാത്തലമാണ് ഉള്ളത്. എന്നാൽ ദേവാലയങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നാലും ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് വസിക്കാനുള്ള ശാശ്വതമായ ദേവാലയമായി എങ്ങനെ മാറ്റാമെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള രാത്രിയിൽ മുകളിലത്തെ നിലയിൽ മുറിയിൽ വെച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. താൻ അവരെ വിട്ടുപോകാൻ പോവുകയാണെന്നും അവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആകെ ഭയന്ന് വിറച്ചുപോയി. യേശുവിൻ്റെ ആ ഭൗതിക സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ തങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് അവർ വ്യാകുലപ്പെട്ടു. അപ്പോൾ ശിഷ്യനായ യൂദ, ഇസ്കറിയോത്ത് അല്ലാത്ത യൂദ, യേശുവിനോട് ചോദിച്ചു, കർത്താവേ, നീ നിന്നെ ലോകത്തിനല്ല ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ്? ശിഷ്യന്മാരുടെ ആ വലിയ ആശങ്കയ്ക്ക് മറുപടിയായിട്ടാണ് യേശു ക്രിസ്തു ഈ മഹത്തായ മറുപടി നൽകുന്നത്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങൾ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവവുമായുള്ള ബന്ധം എന്നത് വികാരങ്ങൾക്കപ്പുറം ചില അച്ചടക്കങ്ങളിലാണ് നിലനിൽക്കുന്നത് എന്നാണ്. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ദൈവത്തിനുള്ള സ്നേഹം എന്നത് വെറും ഒരു വാക്കല്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ്റെ മൂല്യങ്ങളും സത്യസന്ധതയും മുറുകെ പിടിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റം ഇതാണ്: ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയങ്ങളിൽ താൽക്കാലികമായി വന്നു പോകുന്ന ഒന്നായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവവചനം പ്രമാണിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പിതാവും പുത്രനും തങ്ങളുടെ സകല അധികാരങ്ങളോടും കൂടെ സ്ഥിരമായി താമസം മാറ്റുന്നു. നമ്മുടെ ഉള്ളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് താമസം മാറുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒരു വലിയ പവർ ഹൗസ് ആയി മാറും. നമ്മുടെ ജോലി സ്ഥലത്തോ സാഹചര്യങ്ങളിലോ എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും നമ്മുടെ ഉള്ളിലെ ദൈവിക സാന്നിധ്യം നമുക്ക് അചഞ്ചലമായ സമാധാനം നൽകും. പിന്നെന്തൊക്കെയാണ് കിട്ടുക? യഥാർത്ഥ സ്നേഹം അനുസരണത്തിലൂടെ പ്രകടമാകുന്നു. യേശു പറയുന്നു, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ വചനം പ്രമാണിക്കും. സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങരുത്, സ്നേഹം പ്രവർത്തികളിൽ പ്രകടമാകണം. ആരെ സ്നേഹിച്ചാലും വെറും വാക്കുകളിൽ മാത്രമാകരുത്, അതിനൊരു സ്നേഹപ്രകടനം വേണം. അത് മക്കളോടാകട്ടെ, പങ്കാളിയോടാകട്ടെ, അപ്പനോടാകട്ടെ, അമ്മയോടാകട്ടെ, സുഹൃത്തുക്കളോടാകട്ടെ, തീർച്ചയായും ആ സ്നേഹത്തിന് പ്രവൃത്തിയിലൂടെ അവർ മനസ്സിലാക്കണം. നാം യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. അനുസരണം ഒരു ഭാരമല്ല, അത് ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു തെളിവാണ്. അടുത്തത് എന്താ? ദൈവവുമായി അടുത്ത കൂട്ടായ്മ ലഭിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഉറപ്പാണ് തരുന്നത്, ഒരു ഗ്യാരണ്ടി. അത് ദൈവത്തിൻ്റെ നമ്മളുമായിട്ടുള്ളൊരു കൂട്ടായ്മയെക്കുറിച്ചാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ സമാധാനം, നിർദ്ദേശവും കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെന്താ വാഗ്ദാനം തരുന്നത്? ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ദൈവ സാന്നിധ്യം
ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എത്ര അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണിത്. ലോകം പലതും നൽകും, പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആർക്കാ തരാൻ സാധിക്കുക? അത് കർത്താവ് യേശു ക്രിസ്തു മാത്രം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഭയത്തിൽ നമുക്ക് ധൈര്യം ലഭിക്കും, ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് വഴി പറഞ്ഞു തരും, ജ്ഞാനം പറഞ്ഞു തരും, ദുഃഖത്തിൽ ആശ്വാസം ലഭിക്കും, പരീക്ഷണങ്ങളിൽ ശക്തി ലഭിക്കും. പിന്നെന്താ? ദൈവം വ്യക്തിപരമായ ബന്ധമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതം വെറും ഒരു മതാചാരമല്ല, അത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. മറ്റ് ആരും തരാത്ത ഒരു ബന്ധമാണത്. അപ്പനും മക്കളും തമ്മിലുള്ള ആ ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, നമുക്ക് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ മക്കളോട് എങ്ങനെ നമ്മൾ പെരുമാറുന്നു, ഒരു അൺകണ്ടീഷണൽ ബന്ധമാണത്. അടുത്തതെന്താ? അനുസരണം ആത്മീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ദൈവത്തിൻ്റെ ഓരോ കൽപ്പനയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവയെ അനുസരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വളരും, സ്വഭാവം മെച്ചപ്പെടും, തീരുമാനങ്ങൾക്ക് ജ്ഞാനപൂർണമായ ഒരു അവസ്ഥ ലഭിക്കും, ജീവിതം നല്ല ഫലപ്രദമാണ്. ഈ വചനം നമ്മെ 3 മഹത്തായ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്, യഥാർത്ഥ സ്നേഹം അനുസരണത്തിലൂടെ പ്രകടമാകുന്നു. രണ്ടാമത്, അനുസരണം ദൈവവുമായി കൂടുതൽ അടുത്ത ബന്ധത്തിലേക്ക് നയിക്കുന്നു. മൂന്നാമത്, ദൈവത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ സാന്നിധ്യമാണ്, നമ്മോട് കൂടെയുള്ള സാന്നിധ്യമാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിനെ ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? അത് വെറും പ്രകടനം മാത്രമാണ്. ഞാൻ അവൻ്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് സാന്നിധ്യമാണുള്ളത്? എന്ത് സ്ഥാനമാണുള്ളത്? ഞാൻ എവിടെയാണ് കർത്താവുമായിട്ട് നിൽക്കുന്നത്? ദൂരെയാണോ അടുത്താണോ? നാം യേശുവിനെ ദൂരത്ത് നിന്ന് ആരാധിക്കുന്നവരാകാതെ അവനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും അവനോട് കൂടെ നടക്കുകയും ചെയ്യുന്നവരായി തീരണം. അപ്പോൾ ദൈവം നമ്മോട് കൂടെ വസിക്കും. ഈ മഹത്തായ വാഗ്ദാനം വേറെ ആരാ നമുക്ക് തന്നിട്ടുള്ളത്? അവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ എവിടെയും വഴിതെറ്റി പോകില്ല. അതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ താൽക്കാലിക കയ്യടികൾക്ക് പുറകെ ഓടുന്നത് ഇപ്പോഴും നിർത്തുക. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. അവൻ നമ്മുടെ ഉള്ളിൽ വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേട്ട ഈ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അഗാപ്പയൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് പങ്കുവയ്ക്കുന്ന ഈ വചനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ നിമിഷം നീ അനുഗ്രഹിക്കണമേ. നിന്റെ തൃപ്പാദത്തിൽ അവർ സംരക്ഷിച്ചു കൊള്ളണമേ. ഒരു പിശാച് അവർ നോക്കുവാൻ പോലും ഇടവരുത്തരുത് കർത്താവേ. നിന്റെ ചിറകിൻ മറവിൽ അവർക്ക് സമൃദ്ധമായി അനുഗ്രഹങ്ങളെ ചൊരിയണമേ കർത്താവേ. നിന്റെ തൃപ്പാദത്തിൽ അവരെ കാത്തു പരിപാലിക്കണം. അവരെത്ര വലിയ ആവശ്യങ്ങളായാലും ആഗ്രഹങ്ങളായാലും കർത്താവെ, ഈ നിമിഷം, ഈ ദിവസം, ഇനിയുള്ള ജീവിതം കർത്താവെ അത് നിർവർത്തിച്ചു കൊടുക്കണമേ കർത്താവെ. ഞങ്ങൾ നിന്റെ വചനത്തിൽ നിന്ന് കേട്ടുവല്ലോ. ഞങ്ങളുടെ ഹൃദയം നിനക്കായി തുറന്നു തരുന്നു കർത്താവെ. കർത്താവെ, നീ വന്ന് ഞങ്ങളിൽ വസിക്കണമേ കർത്താവെ. അടിയങ്ങൾ ബലഹീനരും പാപികളും ദോഷികളുമാവുന്നു. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ കർത്താവെ നീ വന്ന് കർത്താവെ നിന്റെ സന്നിധാനത്തിലായിരിക്കാൻ തക്കവണ്ണം, നിന്നോടുകൂടെ ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളൊന്നും അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കരുത് കർത്താവെ. നിന്റെ വചനം കേട്ട് പ്രവർത്തിപ്പാൻ, നിന്റെ വചനത്തിലൂടെ ജീവിപ്പാൻ കർത്താവെ, നീ കാണിച്ചു വരുന്ന വഴിയിലൂടെ ജീവിപ്പാൻ, നീ തരുന്ന സന്തോഷത്തിലും സമാധാനത്തിലും ജീവിപ്പാൻ ഞങ്ങളുടെ ശിഷ്ടജീവിതത്തെ നീ ക്രമീകരിക്കണമേ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ കർത്താവെ. നീ നൽകിയ നല്ല നന്മകൾക്കുമായി സ്തുതിക്കുന്നു കർത്താവെ. നീ നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നീ ദാനമായി നൽകിയത് ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ സമൃദ്ധമായി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിച്ചു കർത്താവെ. ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ, അവർ പലവിധമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് കർത്താവെ. എത്ര വലിയ വേദനയാണെങ്കിലും കർത്താവെ, നീ ഇന്ന് ആശ്വാസം നൽകണമേ. അവർക്ക് നിന്റെ കൃപ കൊടുക്കണമേ കർത്താവെ. നീ അവരെ പരിപാലിക്കണമേ കർത്താവെ. രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ, വേദനകൾക്ക് ആശ്വാസം നൽകണമേ. നിന്റെ ചിറയന്മറയിൽ മറയ്ക്കണമേ കർത്താവെ. നിന്റെ മക്കളെന്ന്, നിന്റെ സൃഷ്ടികളെന്ന് ഓർത്ത് നിന്റെ മക്കളോട് കരുണ തോന്നണമേ. നീ അഭിഷേകം ചെയ്യണമേ കർത്താവെ. വചനം കേൾക്കുന്ന എല്ലാവരെയും നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ.
ഒരാത്മാവ് നശിക്കുവാൻ ഇടവരുത്തരുതേ. അവരുടെ സകല ആവശ്യങ്ങളെയും സകല ആഗ്രഹങ്ങളെയും സകല പ്ലാനും പദ്ധതിയും എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. പിശാച് അവരെ തുടരുതേ. ഈ ലോകത്തിൻ്റെ വേദനകളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകി സന്തോഷത്തിനും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിനങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കണമേ, ദാനമായി കൊടുക്കണമേ കർത്താവേ. നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിയണമേ. പൂർണ്ണമായി നീ അവരെ നിറയ്ക്കണമേ. അനുഗ്രഹിച്ചതിനായ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.